പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് മുള്ളാത്ത. നമ്മളെ വീട്ടുപറമ്പിലുണ്ടായ സാധനമാണ്. നല്ല മൂത്തു. ഇനിയിപ്പം ഒരു 1-2 ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പഴുക്കും. പിന്നെ ഇതെന്നാ നിങ്ങൾക്കറിയാം, ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച ശേഷം ഏത് പുളിയിലെ സാധനം കഴിച്ചാലും ഭയങ്കര മധുരിക്കും. ഈ മുള്ളാത്ത പഴുത്താൽ എന്ത് ചെയ്യും, പുളി കലർന്ന മധുരല്ലേ. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മിറാക്കിൾ ഫ്രൂട്ട് എന്ത് ചെയ്യും, ആദ്യം കഴിക്കും, എന്നിട്ട് മുള്ളാത്തയും കഴിക്കും. അപ്പോൾ ഉണ്ടല്ലോ അസാധ്യ ടേസ്റ്റാണ്. മധുരം എന്നെല്ലാം പറഞ്ഞാൽ മധുരത്ത് നമുക്ക് അങ്ങനത്തെ ഒരു മധുരം വരും. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ശരി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് മുള്ളാത്ത. നമ്മളെ വീട്ടുപറമ്പിലുണ്ടായ സാധനമാണ്. നല്ല മൂത്തു. ഇനിയിപ്പം ഒരു 1-2 ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പഴുക്കും. പിന്നെ ഇതെന്നാ നിങ്ങൾക്കറിയാം, ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച ശേഷം ഏത് പുളിയിലെ സാധനം കഴിച്ചാലും ഭയങ്കര മധുരിക്കും. ഈ മുള്ളാത്ത പഴുത്താൽ എന്ത് ചെയ്യും, പുളി കലർന്ന മധുരല്ലേ. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മിറാക്കിൾ ഫ്രൂട്ട് എന്ത് ചെയ്യും, ആദ്യം കഴിക്കും, എന്നിട്ട് മുള്ളാത്തയും കഴിക്കും. അപ്പോൾ ഉണ്ടല്ലോ അസാധ്യ ടേസ്റ്റാണ്. മധുരം എന്നെല്ലാം പറഞ്ഞാൽ മധുരത്ത് നമുക്ക് അങ്ങനത്തെ ഒരു മധുരം വരും. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ശരി.